നമസ്കാരം. എൻ്റെ പേര് ശ്രീനാഥ് എന്നാണ്. വടശ്ശേരിക്കര യൂണിവേഴ്സൽ കോളേജിൽ ഹൈസ്കൂളിൽ മാത്സ് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് കൈകാര്യം ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്കാണെങ്കിൽ 8ാം ക്ലാസ്സിലെ ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്റർ വൃത്തിയായി അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിനകത്ത് 1-2 കണക്ക് അല്ലെങ്കിൽ 1-2 പ്രോബ്ലംസ് എങ്ങനെ ചെയ്തിരുന്നതെന്ന് ഒന്ന് ഓർത്തെടുത്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ആണെങ്കിൽ അന്ന് നമ്മൾ പഠിച്ചതാണ്, പണ്ട് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഒന്നുകൂടെ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ അത് 2x = 4 എന്നാണ് ഇക്വേഷൻ എന്ന് വിചാരിച്ചത്. 2x = 4 നമുക്കാണെങ്കിൽ അന്നുള്ള ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എക്സിന്റെ വില, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 × x എന്നല്ലേ, അപ്പോൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4/2 എന്ന് വരും. അപ്പോൾ 4/2 = 2 എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും കൂടെ ചെയ്ത് നോക്കാമേ. 2x + 3 = 8 അല്ലെങ്കിൽ 8 എന്ന് എഴുതണം. അപ്പോൾ 2x + 3 8 ആണെങ്കിൽ നമുക്കാണ് എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയാമായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ്? +3 ആയിരുന്നു. റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്താവും? -3 ആവും. അപ്പോൾ 2x - 3 എന്ന് വരും. 2x - 3 എത്താണ്? 5. അപ്പോൾ 2x = 5 എന്ന് കിട്ടും. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വരും? അപ്പോൾ x = 5/2. അപ്പോൾ x = 5/2 എന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ എന്ത് ചെയ്തിരുന്നു? ഇങ്ങനെ ഇക്വേഷൻ തരികയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചിരുന്നു. അപ്പോൾ ഈ വർഷമാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ നമ്മളിപ്പോൾ 8ൽ നിന്ന് മാറി 9ാം ക്ലാസ് ആയല്ലോ. അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചെയ്തെന്ന് നോക്കാം. ഇതാണ് ചോദ്യം എന്ന് വിചാരിച്ചു. ഇവിടെ എന്താണ് പ്രത്യേകത? നമ്മൾ പണ്ട് പഠിച്ചതിൽ നിന്നും എന്ത് വ്യത്യാസമുണ്ട്? പണ്ട് നമുക്ക് ഒറ്റ ഇക്വേഷനെ ഉള്ളായിരുന്നു. ഒരു കണക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷനെ ഉള്ളായിരുന്നു. ഇവിടെ എത്ര ഇക്വേഷൻ ഉണ്ട്? 1, 2 ഇക്വേഷൻ ഉണ്ട്. വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വേറെ ഒരു വ്യത്യാസങ്ങളുണ്ട് അല്ലേ? പണ്ടാണെങ്കിൽ എന്ത് വേണം? ഒറ്റ ഒരു വേരിയബിൾ മാത്രമേ കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. അതായത് എക്സ് എന്ന വേരിയബിൾ മാത്രമേ പണ്ട് കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്തൊക്കെയുണ്ട്? എക്സും ഉണ്ട്, വൈയും ഉണ്ട്. 2 വേരിയബിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 2 വേരിയബിൾ കണ്ടുപിടിക്കാൻ നേരത്തെ നമുക്ക് എന്തുണ്ട്? 2 ഇക്വേഷനും ഉണ്ട്. നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ 2x = 6 എന്നായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അറിയാമായിരുന്നു. കാരണം എന്താണ്? അവിടെ ഒരേ ഒരു വേരിയബിളേ ഉള്ളൂ. അപ്പൊ തന്നിരിക്കുന്നത് 2 വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ തന്നിരിക്കുന്നത് 2 വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു വേരിയബിൾ മാറ്റണം. അങ്ങനെ വെറുതെ എങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റുമോ? നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ 2 ഇക്വേഷനും ഉണ്ട്, 2 വേരിയബിളും ഉണ്ട്. അതായത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിളും ഉണ്ട്, വൈ എന്ന് പറഞ്ഞ വേരിയബിളും ഉണ്ട്. നമുക്ക് ഒരു വേരിയബിളെ ഉണ്ടെങ്കിൽ നമുക്ക് പണ്ട് ചെയ്യാൻ അറിയാമായിരുന്നു. അപ്പൊ നമുക്കാണെങ്കിൽ എന്താണ്? തന്നിരിക്കുന്ന 2 വേരിയബിൾ ഉണ്ടെങ്കിൽ ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്യണം, നീക്കം ചെയ്യണം. അങ്ങനെ വെറുതെ നീക്കം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെന്താണ്? ഈ തന്നിരിക്കുന്ന 2 ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ നമ്മൾ കൂട്ടുകയോ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യണം. ഒന്നുകിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. അതായത് ഇംഗ്ലീഷ് എന്ന് പറയും, ഒന്നുകിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത്? നമുക്ക് തൽക്കാലം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം, ഒന്ന് കൂട്ടി നോക്കാം. ഈ 2 ഇക്വേഷൻ ഒന്ന് കൂട്ടി നോക്കാം. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? ആദ്യത്തെ ഇക്വേഷനകത്ത് എക്സ് എന്ന് പറഞ്ഞ ഇതുണ്ട്, രണ്ടാമത്തിനകത്തും എക്സും ഉണ്ട്. അപ്പം എക്സും തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് വരും? എക്സും തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് വരും? 2x എന്ന് വരും അല്ലേ? അടുത്തത് എന്താ കൂട്ടേണ്ടത്? അടുത്ത എന്താണ് ആഡ് ചെയ്യേണ്ടത്? വൈയും മൈനസ് വൈയും. എന്ത് കൂട്ടണം? വൈയും മൈനസ് വൈയും തമ്മിൽ കൂട്ടണം. അപ്പൊ എന്ത് എഴുതാൻ വേണ്ടി പോണേ? വൈ പ്ലസ്, നമ്മൾ കൂട്ടുകയാണല്ലോ, ആഡ് ചെയ്യുകയാണല്ലോ. അപ്പൊ വൈ പ്ലസ് എന്താ കൂട്ടേണ്ടത്? വെറും വൈ ആണ് അല്ലല്ലോ, മൈനസ് വൈ അല്ലേ. അപ്പൊ വൈ പ്ലസ് മൈനസ് വൈ എന്ന് എഴുതി. അപ്പൊ ഇവിടെ എന്താണ്? ഒരു പ്ലസും മൈനസും അടുപ്പിച്ച് വന്നേക്കുക. പ്ലസും മൈനസും അടുപ്പിച്ച് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസും മൈനസും അടുപ്പിച്ച് വന്നാൽ നമ്മൾ മൈനസേ എടുക്കാവൂ. അപ്പൊ എന്ത് വരും? വൈ മൈനസ് വൈ എന്ന് വരും. y - y എന്താണ്? 0. അതായത് y + -y ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. +0 = ഇവിടെ നമ്മൾ കൂട്ടുമായിരുന്നു. x കൂട്ടി 2x എന്ന് കിട്ടി. y യും -y തമ്മിൽ കൂട്ടി
0 എന്ന് കിട്ടി. അടുത്ത എന്താണ് 5ഉം 1 തമ്മിൽ കൂട്ടണം, ആഡ് ചെയ്യണം. 5ഉം 1 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6. അപ്പൊ 2x = 6 എന്ന് കിട്ടി. ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ ആണെങ്കിൽ ഒരേ ഒരു ഇക്വേഷൻ അല്ലേ ഉള്ളൂ. ആ ഒരു ഇക്വേഷനകത്ത് ഒറ്റ വേരിയബിൾ അല്ലേ കണ്ടുപിടിക്കാനുള്ളൂ. അത് നമുക്ക് ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. അപ്പം പണ്ടുള്ള നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച അതേ മെത്തേഡ് വെച്ച് എന്ത് ചെയ്യും, നമ്മുടെ എക്സിന്റെ വാല്യൂ വില കണ്ടുപിടിക്കും. അപ്പൊ എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ വില കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ എക്സിന്റെ കൂടെയുള്ള 2 എന്ന് പറഞ്ഞ നമ്പർ റൈറ്റ് സൈഡിൽ പോകണം. ഇവിടെ 2 കൊണ്ട് എന്ത് ചെയ്തേക്കുക, ഇൻറ്റു ചെയ്തേക്കുക അല്ലേ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും, 6/2 = 3. അപ്പൊ എന്തായി, എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ വില കിട്ടി. പക്ഷെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ, നമുക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് എന്താ കിട്ടിയുള്ളൂ, എക്സിന്റെ വാല്യൂ മാത്രമേ കിട്ടിയുള്ളൂ. എക്സിന്റെ വാല്യൂ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ എന്തുകൂടെ കണ്ടുപിടിക്കണം, വൈ കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം. അപ്പൊ നമ്മളാണെങ്കിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ എടുക്കും. നമുക്ക് 2 ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ, അതിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതുക. ഞാൻ ആദ്യത്തെ ഇക്വേഷൻ ഇറക്കി എഴുതുവാണേ. അപ്പൊ എന്ത് വരും, s + y = 5 എന്ന് വരും. s + y = 5 എന്ന് വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 3 എന്ന് കൊടുക്കുക. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് എക്സിന്റെ വാല്യൂ എത്രയാണ്, 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന്റെ സ്ഥാനത്ത് 3 എന്ന് എഴുതണം. എക്സിന്റെ സ്ഥാനത്ത് 3 എന്ന് എഴുതി. ബാക്കി എന്തുണ്ട്, ഇവിടെ ഒരു പ്ലസ് ഉണ്ടല്ലോ, പ്ലസ് ഇറക്കി എഴുതി. ഇവിടെ y ഉണ്ടല്ലോ, y ഇറക്കി എഴുതി, = ഇറക്കി എഴുതി, 5 ഇറക്കി എഴുതി. നമുക്ക് എന്തും കൂടെ വേണം, നമുക്ക് എന്താ വേണ്ടേ, y ആ വേണ്ടത്. അപ്പം ഇവിടെ ഓൾറെഡി 5 ഉണ്ടായിരുന്നു, ഈ 3 റൈറ്റ് സൈഡിൽ പോകുന്നു. റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്താവും, -3 എന്നാവും. അപ്പൊ y = 5 - 3 = 2 എന്ന് വരും. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് എക്സിന്റെ വാല്യൂ 3 എന്നും വൈയുടെ വാല്യൂ 2 എന്നും കിട്ടുന്നു. എക്സിന്റെ വാല്യൂ 3 എന്നും വൈയുടെ വാല്യൂ 2 എന്നും കിട്ടുന്നു. അപ്പം ഇങ്ങനെയാണ്, അതായത് നമുക്കാണെങ്കിൽ പണ്ട് ഒരു വേരിയബിൾ മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അറിയാം. അപ്പൊ ചില സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് എങ്ങനെയാണ്, 2 ഇക്വേഷനും തരും, 2 വേരിയബിളും കാണും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇക്വേഷൻ വന്നിട്ട് വേരിയബിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചാൽ എന്ത് ചെയ്യണം, ഒരു വേരിയബിളാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അറിയാം. എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ പഠിച്ച പോലെ 8ാം ക്ലാസ്സിൽ പഠിച്ച പോലെ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ 2 വേരിയബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നീക്കം ചെയ്യണം. ആ നീക്കം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഇക്വേഷൻ ആഡ് ചെയ്യണം, കൂട്ടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ നമുക്ക് എക്സിന്റെയോ അല്ലെങ്കിൽ വൈയുടെയോ വില കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് എന്താണ്, എക്സിന്റെ വാല്യൂവോ. അപ്പം എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സിന്റെയോ വൈയുടെയോ വാല്യൂ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഏതെങ്കിലും ഇക്വേഷൻ, 2 ഇക്വേഷൻ ഉണ്ട്, തന്നിരിക്കുന്നത് ഇഷ്ടമുള്ള ഇക്വേഷൻ. ഞാനിപ്പോ 1ാമത്തെ ഇക്വേഷനാണ് ഇറക്കി എഴുതിയത്. നിങ്ങൾക്ക് 1ാമത്തെ 2ാമത്തെ ഇക്വേഷൻ ഇറക്കി എഴുതാം. അപ്പൊ 1ാമത്തെ ഇക്വേഷൻ ഇറക്കി എഴുതുന്നു. എക്സിന്റെ സ്ഥാനത്ത് എത്ര ആണ്, 3 ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുക്കുന്നു. പ്ലസ് ഇറക്കി എഴുതി, y ഇറക്കി എഴുതി, = ഇറക്കി എഴുതി, 5 ഇറക്കി എഴുതി. എന്നിട്ട് പണ്ട് നമ്മൾ ചെയ്ത പോലെ സോൾവ് ചെയ്യുന്നു. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇനിയും ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞ ഉടനെ വീഡിയോ പോസ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ട് തനിയെ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോയുടെ ബാക്കി കാണുക. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കോ. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഇതേ മോഡലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളാണെങ്കിൽ കാണുമ്പോൾ എന്ത് ചെയ്യണം, വീഡിയോ പോസ് ചെയ്യുന്നു, തന്നെ ചെയ്ത് നോക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, s + y = 7, s - y = 3. ഇവിടെ എന്താണ്, 2 ഇക്വേഷൻ ഉണ്ട്. എത്ര വേരിയബിൾ ഉണ്ട് കണ്ടുപിടിക്കാൻ, 2 വേരിയബിൾ ഉണ്ട്. വേരിയബിൾ ഏതൊക്കെയാണ്, എക്സും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയുണ്ട്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് x ആൻഡ് y എന്ന് പറഞ്ഞ് 2 ഇക്വേഷൻ കൊടുക്കുന്നു. ബട്ട് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ 2 ഇക്വേഷൻ 2 വേരിയബിൾ ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൽ നിന്ന് ഒരു വേരിയബിളെ എലിമിനേറ്റ് ചെയ്യണം, നീക്കം ചെയ്യണം.
കാരണം എന്തിനാ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്? അങ്ങനെ ചെയ്താൽ മാത്രമേ ബാക്കി ചെയ്യാൻ നമുക്കറിയൂ. അങ്ങനെ ചെയ്താൽ ബാക്കി ചെയ്യാൻ നമുക്കറിയാം. 2 വേരിയബിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രയാസമുള്ളൂ. 1 വേരിയബിൾ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ 2 വേരിയബിളിൽ നിന്ന് എന്ത് ചെയ്യും? 1 വേരിയബിൾ നീക്കം ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. വെറുതെ എലിമിനേറ്റ് ചെയ്യുമോ? ഇല്ല. ഒന്നുകിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെയും ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ? 2 രീതിയിൽ ആൻസർ കിട്ടും കേട്ടോ. ഇഷ്ടമുള്ള രീതി ചെയ്യാം. എന്ത് ചെയ്യണം? ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ? നമുക്ക് 2 രീതിയിലും ചെയ്ത് നോക്കാം അല്ലെ. 2 രീതിയിലും ചെയ്യുമ്പോൾ സെയിം ആൻസർ ആണ് വേണ്ടത് നോക്കാം. അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സും നമ്മൾ ആഡ് ചെയ്യുമോ? എക്സും ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2x അല്ലെ. അടുത്തത് വൈയും ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യേണ്ടത്? -5 ആഡ് ചെയ്യേണ്ടത്. പ്ലസും മൈനസും അടുപ്പിച്ച് വന്ന് എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. അപ്പൊ y -5 ആയില്ലേ? y -5 എന്താണ്? 0. അപ്പൊ +0 ഇവിടെ ആഡ് ചെയ്യുന്നു. 7 + 3 10. അപ്പൊ 2x = 10 എന്ന് കിട്ടും. നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 2 എന്ത് പോകണം? റൈറ്റ് സൈഡിൽ പോകണം. 2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്താവും? 10/2 എന്ന് വരുമല്ലോ. 10/2 എത്രയാണ്? 5. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? 5. അപ്പം 1 വേരിയബിളിന്റെ വാല്യൂ കിട്ടിയില്ലേ? 1 വേരിയബിളിന്റെ വാല്യൂ കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യണം? മറ്റേ വേരിയബിൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. 2 ഇക്വേഷനകത്ത് ഇഷ്ടമുള്ള ഇക്വേഷൻ ഇറക്കി എഴുതാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഇക്വേഷൻ ഇറക്കി എഴുതാം. ഞാനാണെങ്കിൽ വീണ്ടും ഒന്നാമത്തെ ഇക്വേഷൻ ഇറക്കി എഴുതി. s + y = 7 എന്ന് ഇറക്കി എഴുതി. എക്സിന്റെ സ്ഥാനത്ത് എത്ര കൊടുത്തു? 5 എന്ന് കൊടുത്തു. അപ്പൊ 5 + y = 7. അപ്പൊ y = 7 - 5 = 2. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 5, വൈയുടെ സ്ഥാനത്ത് 2. നോക്കിക്കുന്നത് കറക്റ്റ് അല്ലേ? എക്സിന്റെ സ്ഥാനത്ത് 5, മറ്റേ 2. 5 + 2 7 വരുന്നില്ലേ? 5 - 2 3 വരുന്നില്ലേ? അപ്പൊ നമുക്ക് എന്താണ്? എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞിരുന്നത്? നമുക്കാണെങ്കിൽ 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മൈനസ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആൻസർ കിട്ടിയത്. അപ്പൊ മൈനസ് ചെയ്താൽ ആൻസർ കിട്ടുമോ? മൈനസ് ചെയ്താൽ ആൻസർ കിട്ടുമോ? അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാമേ. അപ്പൊ ആദ്യം എന്താണ്? ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുവാണ്? മൈനസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു എത്ര? 0 ഈക്വൽ ടു 0 എന്ന് എഴുതി. പ്ലസ് അടുത്തെന്തുണ്ട്? y ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ എന്ത് ചെയ്യുവാണ്? മൈനസ് ചെയ്യുവാണ്. അപ്പൊ മൈനസ് സൈൻ കൊടുക്കണ്ടേ? മൈനസ് ചെയ്യുവാണെങ്കിൽ മൈനസ് എന്ന് പറഞ്ഞ സൈൻ കൊടുക്കണം. എന്താ മൈനസ് ചെയ്യുന്നത്? വെറും y ആണോ മൈനസ് ചെയ്യുന്നത്? ഇവിടെ എന്ത് y ആണ്? -y ആണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? -y വേണം മൈനസ് ചെയ്യാൻ. അപ്പൊ y മൈനസ് y എന്ന് വരും. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? 2 മൈനസ് അടുപ്പിച്ച് വരുന്നുണ്ടല്ലോ. 2 മൈനസ് അടുപ്പിച്ച് വരുന്നുണ്ടെങ്കിൽ എന്ത് സൈൻ കൊടുക്കണം? പ്ലസ്. ഇതെല്ലാം നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. 2 മൈനസ് അടുപ്പിച്ച് വരുന്നെങ്കിൽ പ്ലസ് കൊടുക്കുമെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. അപ്പൊ എന്ത് വരും? y + y എന്ന് വരുമല്ലോ. y + y എന്താണ്? 2y. പിന്നെ എത്ര വരും? 2y. അതുപോലെ റൈറ്റ് സൈഡ് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ എല്ലാം മൈനസ് ചെയ്യുമോ? അപ്പൊ റൈറ്റ് സൈഡ് എന്ത് ചെയ്യാവൂ? മൈനസേ ചെയ്യാവൂ. ഇവിടെ ലെഫ്റ്റ് സൈഡ് എല്ലാം പ്ലസ് ചെയ്യുവാണെങ്കിൽ റൈറ്റ് സൈഡ് പ്ലസ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് എല്ലാം മൈനസ് ചെയ്യുവാണെങ്കിൽ റൈറ്റ് സൈഡ് എന്തേ ചെയ്യാവൂ? മൈനസേ ചെയ്യാവൂ. അപ്പൊ റൈറ്റ് സൈഡ് മൈനസ് ചെയ്യുമ്പോൾ അടുത്ത എന്ത് വരും? 7 - 3. 7 - 3 എന്ത് വരും? 4 എന്ന് വരും. അപ്പൊ 2y = 4. 2y = 4 എന്ന് കിട്ടും. എന്ത് വേണം? y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കണം. നേരത്തെ പോലെ 4 ഇവിടെ 2 ആയിരുന്നു. 2 ഇൻറ്റു ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ 4/2 എന്നാവും. 4/2 = 2 എന്ന് വരും. അപ്പൊ വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കാണെങ്കിൽ 2 ഇക്വേഷൻ ഇല്ലേ? അതിൽ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യണം? ഇറക്കി എഴുതണം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഇക്വേഷൻ ഇറക്കി എഴുതാം. നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ എഴുതാം. ഏത് ഇക്വേഷൻ എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടും. എന്തിന് ആൻസർ കിട്ടും? y കിട്ടിയിട്ടുണ്ടല്ലോ. എക്സിന്റെ ആൻസർ കിട്ടും. എക്സിന്റെ വാല്യൂ കിട്ടും. എക്സിന്റെ വില കിട്ടും. അപ്പൊ ഞാനാണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ തന്നെ ഇറക്കി എഴുതാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ. ഇപ്പൊ എല്ലാ തവണ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എഴുതുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുവാണേ. അപ്പൊ x - y = 3. അതുപോലെ ഇക്വേഷൻ എഴുതി.
അപ്പം എക്സ് മൈനസ് വൈയുടെ സ്ഥാനത്ത് എത്ര കൊടുത്തു? വൈയുടെ വില എത്രയാണ്? 2 ആണ്. അപ്പൊ എക്സ് മൈനസ് 2 ഈക്വൽ ടു 3. അപ്പൊ എക്സ് മൈനസ് 2 ഈക്വൽ ടു 3 എന്ന് കിട്ടിയില്ലേ? ഇനി എന്ത് വേണം? എക്സിന്റെ വാല്യൂ വേണ്ടേ? എക്സിന്റെ വാല്യൂ വേണമെങ്കിൽ എന്ത് വേണം? ഇവിടെ -2 ആയിരുന്നു, അത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്താവും? +2 ആവും. അപ്പൊ 3 + 2 ഈക്വൽ ടു എന്ത് വരും? 5 എന്ന് വരും. 3 + 2 ഈക്വൽ ടു 5. അതായത് എക്സിന്റെ വാല്യൂ 5, വൈയുടെ വാല്യൂ 2. ഇവിടെ നോക്കിക്കേ, എക്സിന്റെ വാല്യൂ 5, വൈയുടെ വാല്യൂ 2. അപ്പോൾ എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ നമ്മളൊന്ന് ചെയ്ത് നോക്കുവാണ്, അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മളൊന്ന് പറയുവാണ്, ഒന്നുകൂടെ എന്താണ് അതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പറയുവാണ്. തന്നിരിക്കുന്നത് ഒറ്റ വേരിയബിളെ ഉള്ളെങ്കിൽ എക്സോ വൈയോ അതിൽ ഏതെങ്കിലും ഒന്നേ ഉള്ളെങ്കിൽ നമുക്ക് ചെയ്യാൻ 8ാം ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. 2 വേരിയബിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തന്നിരിക്കുന്നതിൽ ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്യണം. ഒരു വേരിയബിൾ വെറുതെ അങ്ങനെ പൊക്കോളാൻ പറഞ്ഞാൽ പോകും. ക്വസ്റ്റ്യനൊക്കെ തന്നിട്ടുള്ളതല്ല, അപ്പൊ വെറുതെ പോകാൻ നല്ലത് പോകത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ കൂട്ടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഒന്നങ്ങ് പോകും. ആ ഒരു വേരിയബിൾ അങ്ങ് പോകും. ചിലപ്പോൾ പോകുന്നത് എക്സ് ആയിരിക്കും. ഇവിടെ പോയത് എന്താ പോയത്? വൈ പോയി പകരം എക്സ് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ അങ്ങ് പോയി എക്സ് പോയി പകരം വൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്ലസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു ടൈം അങ്ങ് പോകും. ബാക്കി ഒറ്റ ടൈമല്ലേ വരത്തുള്ളൂ, ഒരു വേരിയബിൾ അല്ലേ വരത്തുള്ളൂ. ആ വേരിയബിൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു വേരിയബിൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന 2 ഇക്വേഷൻ ഉണ്ട്, അതിൽ നിന്ന് ഒരു ഇക്വേഷൻ ഇറക്കി എഴുതുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വാല്യൂ, തന്നിരിക്കുന്ന വില, തന്നിരിക്കുന്ന വില എന്താണ്? എക്സ്. എക്സിന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു, അങ്ങനെ നമുക്ക് വൈ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്കാണെങ്കിൽ ഒന്നാണെങ്കിൽ ഹോംവർക്ക് ആയിട്ട് നമുക്കാണെങ്കിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒന്ന് നോക്കാം. 2x + y = 7, 2x - y = 1. ഇവിടെ എന്താണ്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വ്യത്യാസമുണ്ട്. 2 ഇക്വേഷൻ ഉണ്ട്, എക്സ് വൈയും ഉണ്ട്, 2 വേരിയബിൾ വന്നു. 2 വേരിയബിൾ വന്നാൽ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ഒരു വേരിയബിൾ പോകുന്നു, ഒരു വേരിയബിൾ പോയാൽ മറ്റേ വേരിയബിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഇക്വേഷൻ, 2 ഇക്വേഷൻ ഉണ്ട്, ഒരു ഇക്വേഷൻ ഇറക്കി എഴുതുന്നു, അതിലിട്ട് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ വേരിയബിൾ കിട്ടും. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൃത്തിയായി പഠിക്കുക. 9ാം ക്ലാസ് അല്ലേ, അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കുക. നന്ദി.